ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ. ഇതായിരിക്കണം സ്കൂള്. വരാൻ മടിക്കുന്ന ഏത് കുഞ്ഞുങ്ങളും വന്നു പോകും. ഇത് മച്ചേൽ ഗവൺമെൻറ് LPS സ്കൂൾ. സ്കൂളിനകത്ത് കയറുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഫീലാണ്. ഇനി ഒരു കളിയിടത്തിൽ വരുന്നത് പോലെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് വരും. കളിച്ചും ചിരിച്ചും ആടിയും പാടിയും രസിച്ച് പഠിക്കാം. കാണാതെ പഠിക്കാതെ എല്ലാം കണ്ടു പഠിക്കണം. സ്പർശനത്തിലൂടെ തിരിച്ചറിയണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വർണ്ണക്കൂടാരം പദ്ധതി മിക്ക LP സ്കൂളിലും ഇപ്പോൾ നടപ്പാക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വാഹനമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ അതിൻ്റെ പിക്ചർ വരെ അവരെ സന്തോഷപ്പെടുത്തും. ആ ഒരു സന്തോഷം വരുന്നത് ഈ സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം വരും. അപ്പോൾ അതാണ് ആ മതിൽ അവർ വളരെ നല്ല രീതിയിൽ ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെയും കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരാനുള്ളൊരു നേരത്തെ പോലെ ഒന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിലോട്ട് വരാൻ തന്നെ തോന്നും. ഒരു സന്തോഷമായിരിക്കും. നമ്മൾ അടിയും പിടിയും ഒന്നും കൂടി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ സ്കൂളിൽ എത്തിപ്പെട്ട ഒരു പ്രാവശ്യമെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സജ്ജീകരണങ്ങൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ എല്ലാ വിഷ്വൽസും കണ്ട് പഠിച്ചു വളരുക എന്ന ഉദ്ദേശമാണ് നമുക്ക് ഈ വിഷ്വൽസിലൂടെ കാണാൻ കഴിയുന്നത്. ഇത്ര നീറ്റായിട്ടും ക്യൂട്ടായിട്ടുമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ചെറിയൊരു സ്റ്റഡി ടേബിൾ, അത് കുട്ടികൾക്ക് ഇരിക്കാൻ പാകത്തിനായിട്ടുള്ള നല്ലൊരു ചെയർ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ബുക്കൊക്കെ സൂക്ഷിച്ച് വെക്കാനായാലും വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തോട് കൂടിയ ഒരു ടേബിളാണിത്. എന്തായാലും ഈ സ്റ്റഡി ടേബിൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് ചെയ്തിരിക്കുന്ന ഭംഗി, അതിൻ്റെ ഡിസൈൻ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇതൊരു ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയാണ്. കുട്ടികളെല്ലാം വട്ടത്തിലിരുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി അത് പീസായിട്ടുള്ളതാണ് കേട്ടോ. പീസായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ റൗണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മലയൻകീഴ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. മാഡത്തിനോട് ചോദിക്കാം കാര്യങ്ങൾ. മാഡം, ഈ സ്കൂളിൻ്റെ ഇപ്പോൾ പുതിയ വർക്കൊക്കെ ഇത് കഴിഞ്ഞല്ലോ, വർണ്ണക്കൂടാരം പദ്ധതിയായിട്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്ന് എത്ര എമൗണ്ട് ഇട്ടിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞത്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഇത്രത്തോളം വളർന്നതിൻ്റെ അടിസ്ഥാനം നമ്മുടെ സർക്കാരിൻ്റെ കഴിവ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട MLA വി സതീശിൻ്റെ നമ്മുടെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർണ്ണക്കൂടാരം ERC മേഖലയിൽപ്പെടുന്ന പദ്ധതിയിലെ വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ ഉപയോഗിച്ച് കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും ആടാനും പാടാനും എന്ന് പറയേണ്ട ഇതിൻ്റെ സവിശേഷത വന്ന് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിമനോഹരമായി നല്ല രീതിയിലുള്ള ഒരു വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ മാത്രമല്ല, സ്പോൺസർ ചെയ്ത് ഒരുപാട് പേര് 2000, 2500 എല്ലാ മേഖലയിൽ നിന്നുള്ളവർ സ്പോൺസർ ചെയ്ത് അതിമനോഹരമായ ഒരു വർണ്ണക്കൂടാരമാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ആടാനും പാടാനും. അപ്പോൾ ഓരോന്നായി വിവരിച്ച് പറയുന്നില്ല, കാരണം അത്ര മനോഹരമാണ്. എല്ലാവരുടെ പ്രത്യേകിച്ച് വാർഡ് മെമ്പർ, നമ്മുടെ ഇവിടുത്തെ HM, മദർ PTA, അധ്യാപകർ എല്ലാവരും ഉള്ള ഒരു നല്ലൊരു സ്കൂളിൻ്റെ ഈ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയൻകീഴ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റെ പുതിയ ആശയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മലയൻകീഴ് പഞ്ചായത്ത് ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിലേക്ക് കുട്ടികളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ തോന്നും ഈ ഒരു അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാലും, അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇവിടെ ഈ വർണ്ണക്കൂടാരത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ വഴിയെ പോയവർ തന്നെ, ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കുകയും അതിമനോഹരമായി ഒരു കണ്ണുപോലും ഇങ്ങോട്ട് നോക്കാത്തവരാരുമില്ല. കാരണം പുറത്തുനിന്ന് പോകുന്നവർ. അപ്പോഴും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യം പറയണോ, എടുത്തു പറയേണ്ട കാര്യം തന്നെയുണ്ട്. അതിമനോഹരമാണ്, ഒരു സംശയവുമില്ല. വർണ്ണക്കൂടാരം ഈ സ്കൂളിൽ മാത്രമല്ല, മലയൻകീഴ് LPBS-ഉം LPGS-ഉം 10 ലക്ഷം രൂപ ചിലവഴിച്ച് വർണ്ണക്കൂടാരം അവിടെ വെച്ചിട്ടുണ്ട്. ഈ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ 3 സ്കൂളുകളാണ്. ഇത് 3ാമത്തെ സ്കൂളാണ്. മറ്റേത് 2ൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇത് വന്നിട്ട് ഈ ഇടമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷ്വൽ രൂപത്തിലായിട്ടും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യണം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ അവർക്കൊരു കഥ കൊടുക്കുകയാണെങ്കിൽ അതൊരു മ്യൂട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഭാവനയിലൂടെ ആ കഥാപാത്രങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള ആശയങ്ങൾ അവർ രൂപീകരിക്കും. പിന്നെ പലതരം കാര്യങ്ങളുണ്ട്. അവരുടെ ഇത് ഒരു ദൃശ്യശ്രവ്യ മാധ്യമമാണ് ഈ കാണുന്നത്. ഇവിടെ ഇത് കുട്ടികൾ കാണാൻ കഴിയുന്നുണ്ട്, ശ്രവിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ സർവ്വമുഖമായ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഈഴ സജ്ജീകരിച്ചിരിക്കുന്നത്.
ഇത് വന്നിട്ട് നമുക്ക് കുഞ്ഞരങ്ങാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സഭാകമ്പം മാറുന്നതിനും വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ഇതിന് പിറകിൽ ഞങ്ങളുടെ തീമാണ്, ഞങ്ങൾക്ക് കൊടുക്കുന്ന തീം അനുസരിച്ചുള്ള കർട്ടൻസാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്, റംസാൻ, അങ്ങനെയുള്ള ഉത്സവങ്ങളുണ്ട്, ആശുപത്രി, അവരുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കർട്ടൻസാണ് ഇതിന് മൊത്തവും കൊടുത്തേക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ എല്ലാ പ്രോഗ്രാംസും അവർക്ക് ഒരു മറ്റൊരാളെ കാണുമ്പോൾ ഒരു സഭാ കമ്പം തോന്നാൻ പാടില്ല, ആ രീതിയിലുള്ള ഭയം തോന്നാണ്ട് അവരുടെ എല്ലാ പ്രോഗ്രാംസ് അവതരിപ്പിക്കുക. ചമഞ്ഞ് കളി ആയാലും പലതരത്തിലുള്ള ഡാൻസ് ആയാലും ഇപ്പോൾ കഥ പറച്ചിലായാലും എല്ലാം ഈ കുഞ്ഞരങ്ങിലൂടെയാണ് പോകുന്നത്. ഇത് വന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റെഡി ആകുന്നതിനുള്ള ഗ്രീൻ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഡാൻസിനായാലും പാട്ട് എന്തിനായാലും ഉള്ള കോസ്റ്റ്യൂംസും എല്ലാം ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ശലഭങ്ങൾ എന്നൊരു തീമുണ്ട്, അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ കസേരയൊക്കെ. പിന്നെ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, അതിലും വരുന്നതൊക്കെയാണ് ഈ കസേര. കുഞ്ഞുങ്ങളുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇതിലെല്ലാത്തിലും സംഗീതമുണ്ട്, ഇതിലെല്ലാത്തിലും മ്യൂസിക് വരുന്നുണ്ട് കേട്ടോ. ചിരട്ടയിട്ട് കൊട്ടിയാലും അത് താളമാണ്. ഇത് ചിരട്ടയിലാണ് ചെയ്തേക്കുന്നത്. പേപ്പറാണ്. ഇത് സോഡ കുപ്പിയുടെ അടപ്പാണ് കേട്ടോ. ഇതിൽ പോലും ഒരു കിലുക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ, സമ്മതിക്കണം. വെറുതെ ഒരു ചാർട്ടിൽ ഇങ്ങനെ ചെയ്തേക്കുന്നത് കുറച്ച് മഞ്ചാടി കുരുവും ഇതെല്ലാം. സ്കൂളിലെ HM ആണ്. HMനോട് വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വർണ്ണക്കൂടാരം ഒരു SSKയുടെ ഒരു ബൃഹത് പദ്ധതിയാണിത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാർട്ട്സ് പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീ പ്രൈമറിയെ കൊണ്ടുവരാൻ തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണിത്. ഈ 13 ഇടങ്ങളിലും കൂടി 10 ലക്ഷം രൂപയിൽ ഒതുങ്ങത്തക്ക രീതിയിൽ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു 10 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഓരോ ഇടങ്ങളിലും ഓരോ വസ്തുവിലും ഞങ്ങളുടേതായിട്ടുള്ള കഠിന പ്രയത്നം അതിനകത്തുണ്ട്. ഹെഡ് മിസ്ട്രസ്സായ എന്നോടൊപ്പം ധാരാളം എൻ്റെ സ്റ്റാഫുകളും എസ്പെഷ്യലി എൻ്റെ കുക്കിൻ്റെ മകള് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ നാട്ടുകാർ, പ്രത്യേകിച്ച് പറയാൻ ഞങ്ങളുടെ വാർഡിൻ്റെ ജനപ്രതിനിധി എല്ലാവരും കൂടെ ചേർന്നാണ് ഈ മനോഹരമായ ദൃശ്യം ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. എൻ്റെ പേര് രാജേന്ദ്രനാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളും അതുപോലെ മലയങ്കി ഗേൾസ് ഹൈസ്കൂളിലെ 10,200ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റുമാണ്. അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഞാൻ എന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് കുട്ടികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കൂടെ ഇത്തരം വർണ്ണമനോഹരമായ വർണ്ണക്കൂടാരം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മുടെ മലയങ്കി ഉള്ള എല്ലാ പ്രൈമറി സ്കൂളുകളിലും 1 കോടിക്ക് പുറത്ത് രൂപ ചെയ്ത് കെട്ടിടങ്ങളും പുതിയ നവീകരിച്ചുകൊണ്ട് എൻ്റെ സ്കൂളിൽ 1,20,00,000 വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും നമ്മുടെ ഒരു മാനുഷിക ജീവിതം എന്നുള്ളവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചില വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ അവരായും സ്വാധീനിക്കാറുണ്ട്. ആ സ്വാധീനത്തിൽ ഈ നല്ല അന്തരീക്ഷത്തിൽ വന്ന് അവരെ മാനസികമായ ഉല്ലാസത്തിൽ ഇരിക്കുമ്പോൾ അധ്യാപക വൃത്തി ഇത്തിക്കൂടെ സജീവമാവുകയും ആ കുട്ടികൾക്ക് കൂടുതൽ ബോധവും അറിവും ഉണ്ടാവാനും വിജ്ഞാന ഉൽപ്പാദനം നടത്തുകയും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു. അപ്പോൾ സാറേ നമസ്കാരം, പേരെന്താണ്? സുരേഷ് ബാബുവാണ്, മലയങ്കി വൈസ് പ്രസിഡന്റാണ് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. ഭരണകൂടാരത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? നമുക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനം ഇന്ന് ലോകത്തിന് മാതൃകയാണ്. അതെ, നമ്മുടെ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞ പദ്ധതി, സർക്കാരിൻ്റെ ഈ ഫണ്ട് പദ്ധതി യഥാർത്ഥത്തിൽ കുട്ടികളുടെ സർവ്വ മേഖലയിലെയും ശാരീരിക വികാസം, മാനസിക വികാസം, അക്കാഡമിക് മികവും അങ്ങനെ എല്ലാ ബോധ്യങ്ങളെയും കുട്ടികളുടെ ചിന്താശേഷി ഉണർത്തുന്ന ഒരു വലിയ ആശയമാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് 3 പള്ളിക്കൂടങ്ങളാണ്. 3 പള്ളിക്കൂടങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. ഈ 3 പള്ളിക്കൂടങ്ങളും സ്മാർട്ട് പള്ളിക്കൂടങ്ങളായി മാറി. ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം തന്നെ ശോചനീയമായ കെട്ടിടങ്ങളായിരുന്നു. 3 പള്ളിക്കൂടങ്ങളിൽ ഓരോ കോടി രൂപ MLA സർക്കാർ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 3 പള്ളിക്കൂടങ്ങളും ഏറ്റവും മികച്ച കെട്ടിടങ്ങളായി മാറുകയും അത് മാത്രമല്ല ഒരു പഞ്ചായത്തിനകത്തുള്ള 3 പള്ളിക്കൂടത്തിന് ഭരണക്കൂടാരം ലഭ്യമായി എന്നതാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും ഇല്ല, നമ്മൾ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. TTR ചിലപ്പം വരും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, ഇത്രയും അടിപൊളിയായിട്ട് ഈ സ്കൂളിനെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ എങ്ങനെ കയ്യിലുള്ള കഴിവ് കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ആര് റോഡിൽ കൂടെ പോയാലും കണ്ട് നിന്ന് പോകും. ആദ്യമായിട്ട് നിങ്ങളുടെ ഈ കഴിവിനെ നമ്മൾ വളരെ നമിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് ഈ അയൽവക്കക്കാരായാലും അതുപോലെ PTA അംഗങ്ങളായാലും സ്കൂളിലെ അംഗങ്ങളായാലും പഞ്ചായത്തിലെ ആയാലും വിദ്യാഭ്യാസ വകുപ്പിലെ ആയാലും
എല്ലാവരും വളരെ നല്ല രീതിക്ക് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ ഈ ചേട്ടൻ ഈ സ്കൂളിനെ വേറൊരു ലെവലിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളിയെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഫോൺ നമ്പർ ഞാൻ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയെ ഇങ്ങനെയുള്ള പദ്ധതിയോ അതുപോലെ ചുവർ ചിത്രങ്ങളോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പറയുന്ന രീതിക്ക് വരച്ചു തരും. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ MLA ആയ അഡ്വക്കേറ്റ് IB സതീഷ് സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടനം. പ്രത്യേകിച്ച് MLAയുടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. മലയങ്കിഴി ഗ്രാമപഞ്ചായത്തിലെ 9ഓളം കുളങ്ങൾ ഇപ്പോൾ നവീകരിച്ചുകൊണ്ട് ഹാപ്പിനെസ് പാർക്കാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിനോടകം ഒരു ഗ്രാമപഞ്ചായത്തിലെ 3 സ്കൂളുകളിലാണ് ഈ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ഈ സ്കൂളിലെ കുഞ്ഞു മക്കളെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? ആണോ? അടുത്ത ആളിന്റെ പേര് ശിവന്യ. സ്കൂളൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ? ആണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? എന്നും വരുമോ സ്കൂളില്? ബൈക്ക്, സ്കൂട്ടർ, ജീപ്പ് എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കിന്റെ ബൈക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. സൈക്കിളും ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? കാറുണ്ട്. ഇതിൽ ആർക്കൊക്കെ ഡ്രൈവിംഗ് അറിയാം? കാർ ഓടിക്കാൻ അറിയാം? കാർ ഓടിക്കാൻ അറിയാവുന്നൊരു കൈപ്പൊക്ക്. എല്ലാവർക്കും കാർ ഓടിക്കാൻ അറിയാം. ആരാ ഒരു പാട്ട് പാടിത്തരുന്നേ? ഒരു പാട്ട് പാടിക്കും. പൂമ്പാറ്റ് കച്ചു പൂമ്പാറ്റ് ഞാട് കറങ്ങണ പൂമ്പാറ്റ് നീയാടിവ പാല് തരാം തേനു തരാം പവിലച്ചുണ്ട് ഉമ്മ തരാം. ഒരു ക്ലാപ്പ് കൊടുത്തേ എല്ലാരും. അടുത്ത രണ്ടുപേര് പാട്ട് പാടാൻ വന്നിട്ടുണ്ട്. ആദ്യം മഴ മഴ പെയ്യണ് പുയ 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 നിറയണ് മഴ മഴയത്ത് നനയത്ത് കൊടയില്ലാത്ത കുട്ടിയോട് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് കുളിരണ് മണ്ണ് മണ്ണത്ത് തണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോട്. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിൻ അഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ചാൽ സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ. ആദരവോട് സ്മരിക്കണം ധീരതവാന്മാവേ നമ്മൾ. പൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതവാദ ജയിക്കട്ടെ. ആദരവോട് സ്മരിക്കണം ധീരതവാന്മാവേ നമ്മൾ. പൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതവാദ ജയിക്കട്ടെ. അർജുൻ നാഥ് സ്പൈ. അർജുൻ നാഥ് സ്പൈ. My name is Arjun Nath.